Hello, dear students. So, we are about to start a new chapter, that is heat. So, this is a very important chapter. We are learning only a little bit in this chapter, but you will be learning about heat till when you will stop learning science. Science എത്ര കാലം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത്രയും കാലം, എസ്പെഷ്യലി ഫിസിക്സ് എത്ര കാലം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹീറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ we will think about, in the last class we learned about fibers and all, right? So you know that we wear different types of clothes in different seasons, right? We wear we will say woolen clothes in winter and we wear cotton clothes in summer, അല്ലേ? അതെന്താണ്, എന്തുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ ഓരോ കാലത്തിനും ഓരോ സീസണിനും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യുന്നത്? നമ്മളങ്ങനെ കെയർ ചെയ്യാറില്ലെങ്കിലും കുറച്ചുകൂടി തണുപ്പ് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, അവർ വിൻ്റർ ടൈമിൽ വൂളൻ ക്ലോത്ത്സും സമ്മർ ടൈമിൽ എന്ത് ചെയ്യും, കോട്ടൺ ക്ലോത്ത്സുമാണ് യൂസ് ചെയ്യുന്നത്. So when you are during winter you will feel very cold, so you will wear woolen clothes to keep your body warm, right? And during summer you will feel very hot, so we will wear light cotton clothes to keep our body cool down, right? So ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇതുണ്ടല്ലേ. ശരിക്കും ഈ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഹൗ വിൽ യു റെക്കഗ്നൈസ് ഇഫ് സംതിങ് ഈസ് ഹോട്ട് ഓർ കോൾഡ്? ഹൗ വിൽ യു റെക്കഗ്നൈസ് ഹോട്ട് ആൻഡ് കോൾഡ് ഓർ ഹീറ്റ് ആൻഡ് കോൾഡ്? എങ്ങനെയായിരിക്കും? യെസ്, യു ക്യാൻ ഡു ഇറ്റ് ബൈ ടച്ചിങ്, റൈറ്റ്? നമുക്ക് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റെക്കഗ്നൈസ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഹോട്ട് ഓർ കോൾഡ്. So we will see some examples in this table 4.1. There are some hot and cold objects given. You have to find whether the object is cold or cool and hot or warm. The first one has ice cream and you know that it is cool, right? The spoon in a teacup. Teacup-ലുള്ള ഒരു സ്പൂൺ എന്തായിരിക്കും? It will be hot. A fruit juice, it may be cool or warm, but warm ആയിരിക്കില്ല, ചൂടാണെങ്കിലും തിളച്ച് വെക്കുന്ന ചൂടായിരിക്കില്ല അല്ലേ? So we can say it is cool. Next one, handle of a frying pan. ഒരു ഫ്രൈങ് പാനിൻ്റെ ഹാൻഡിൽ എങ്ങനെയായിരിക്കും? ഹോട്ട് ആയിരിക്കും അല്ലേ? യെസ്. So like that, by touching you can see if an object is hot or cool. But can you do that in extreme conditions? നല്ല ബോയിൽ ചെയ്യുന്നൊരു വെള്ളത്തിൽ കൈയിട്ട് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ അത് ചൂടാണോ തണുപ്പാണോ എന്ന്? പറ്റില്ല അല്ലേ? സോ ദർ ആർ സം എക്സെപ്ഷൻസ്, റൈറ്റ്? എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റില്ല, റൈറ്റ്? So you know that tea is hot and ice is cold. So but you should not touch objects which are too hot, right? You must be careful while handling flame or stove, flame, candle, matchsticks അങ്ങനെയുള്ള ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും ടച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഹോട്ടാണോ കോൾഡ് ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പാടുമില്ല. So here is one more small activity. I am using the textbook so that you can see the different activities. So here there are 3 tumblers. ഈ 3 tumblers-ന് എന്ത് ചെയ്തിട്ടുണ്ട്, വാട്ടർ വെച്ചിട്ടുണ്ട്. In the first tumbler A you have hot water. hot water എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൈയിട്ട് നോക്കാൻ പറ്റുന്ന അത്രയും ഹോട്ട് മതി, അല്ലാതെ നിങ്ങളുടെ കൈ പൊള്ളിക്കാൻ പറ്റുന്ന ഹോട്ടല്ല. In the second tumbler you have cold water. നല്ല ഐസ് വാട്ടർ എടുക്കുക. എന്നിട്ട് ഈ സി എന്ന് പറയുന്ന ടംബ്ലറിൽ ഈ ചൂടും തണുപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നോർമൽ ആയിട്ടുള്ള വാട്ടറാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ കൈ, ഒരു കൈ ഹോട്ട് വാട്ടറിൻ്റെ ടബിലും സെക്കൻഡ് കൈ കോൾഡ് വാട്ടറിൻ്റെ ടബിലും എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്യുക. അതിനുശേഷം കുറച്ച് നേരം അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഈ നോർമൽ വാട്ടറിലോട്ട് നമ്മുടെ കൈ എന്ത് ചെയ്യുക, ഡിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് തോന്നുന്ന ഫീലിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? നമുക്ക് ചൂടും തണുപ്പും വരുന്നത് നമ്മൾ നോർമൽ വാട്ടറിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായി, ഇത് ചൂടായിരുന്നു തണുപ്പാണോ എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. സോ ടച്ചിങ് ഇസ് നോട്ട് എ വെരി എന്താ പറയുക, ഫുൾ പ്രൂഫ് മെത്തേഡ് അല്ല. ഫുൾ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റ് പറ്റാൻ പറ്റില്ലാത്ത മെത്തേഡൊന്നുമല്ല, തെറ്റാൻ സാധ്യതയുള്ളൊരു മെത്തേഡാണ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് ഹോട്ടാണോ കോൾഡാണോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സോ വി നീഡ് സം അതർ ടെക്നിക് ടു ഫൈൻഡ് ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ഹോട്ട് ഓർ കോൾഡ്. സോ ദാറ്റ് ഈസ് വെയർ our favorite, not the favorite, yes, നമുക്കറിയാവുന്ന, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു ഒബ്ജക്റ്റ് വരുന്നു, ഒരു ഇൻസ്ട്രുമെൻറ്റ് വരുന്നു, ആൻഡ് ദാറ്റ് ഈസ് എ thermometer. So a reliable measure of the hotness of an object is its temperature. എന്താണ് ടെമ്പറേച്ചർ? A reliable measure of the hotness of an object. Measure of the hotness of an object. ഒരു ഒബ്ജക്റ്റിൻ്റെ ഹോട്ട്നെസ്സിനെ മെഷർ ചെയ്യുന്നതാണ് എന്ത്? ടെമ്പറേച്ചർ. ആൻഡ് ദിസ് ടെമ്പറേച്ചർ is measured using a device called thermometer. The word thermo means hotness, right? So coldness എന്ന് എന്താ പറയാതിരുന്നത്, hotness എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി കോൾഡ്നെസ് എന്ന് പറയുന്നൊരു
ടേം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. ടേം നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്തോരം ഹീറ്റ് ഉണ്ട്, എന്തോരം ഹോട്ടാന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഒന്നെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ഹോട്ടായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും ഹോട്ടല്ലാത്ത സംഭവമായിരിക്കും. കോൾഡ് എന്നുള്ളൊരു ടേം നമ്മൾ മെയിനായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. അല്ല, നമ്മുടെ ചാപ്റ്റർ നെയിം ഇസ് ഓൾസോ ഹോട്ട്, റൈറ്റ്? സോ യു ആർ മെഷറിംഗ് ദ ഹോട്ട്നെസ് ഓഫ് an object, and this measurement of hotness is called the temperature, and temperature is measured using what? Thermometer. So we are going to look at the how temperature is measured using a thermometer. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തെർമോമീറ്ററിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരിട്ട് കാണാതെ ഇത് പഠിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. സോ ഇഫ് യു ഹാവ് thermometer in your home, you can take and look at it. Otherwise I'll share a video showing how to measure using a thermometer. So you know that what is the normal body temperature of a human being? You might have heard it. It is 37 degrees Celsius. So there are two type of thermometer. One is clinical thermometer and the other one is laboratory thermometer. ഈ തെർമോമീറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും പനി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല. നമ്മുടെ സയൻസ് ലാബുകളിൽ ഓരോരോ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം അതിലും നമുക്ക് ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെർമോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വെറൈറ്റി തെർമോമീറ്റർ ആണ്. പിന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ചിലർ എന്ത് ചെയ്യും, ചില കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ടെമ്പറേച്ചറിലൊക്കെ എന്തെങ്കിലും വാട്ടർ ബോയിൽ ചെയ്യേണ്ടോ എന്തെങ്കിലുമൊക്കെ ബോയിൽ ചെയ്യേണ്ടി വരുമ്പം അതിങ്ങനെ തെർമോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാൻ പറ്റും. സോ ദർ ആർ മെനി യൂസസ് ഫോർ ഫോർ തെർമോമീറ്റർ, നോട്ട് ജസ്റ്റ് മെഷറിംഗ് ദി ടെമ്പറേച്ചർ ഓഫ് our body. So the thermometer that is used to measure our body temperature is called the clinical thermometer. A clinical thermometer reads between 35 degrees Celsius to 42 degrees Celsius. ഈ തെർമോമീറ്ററിന് നമ്മൾ മെഷർ ചെയ്യുന്ന ഈ മെഷർമെൻറ്റിനാണ് എന്ത് പറയുന്നത്? A clinical thermometer consists of a long, narrow, യൂണിഫോം ഗ്ലാസ് ട്യൂബ്. ഒരു ലോങ് നാരോ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും. അതിൻ്റെ താഴെ ഒരു ബൾബ് പോലെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാവും, ഒരു സിൽവർ കളറിൽ. ആ സിൽവർ കളറിലുള്ള ആ ബൾബിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? മെർക്കുറി ഉള്ളത്. ആ ഒരു ബൾബ് പോലെയുള്ള ആ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുക? മെഷർ ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ ടങ്കിൻ്റെ അടിയിലായിരിക്കും വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ അടിയിലായിരിക്കും വെക്കുക. ആ ഭാഗമാണ് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള മെർക്കുറിക്ക് ഒരു സിൽവറിഷ് കളറിലായിരിക്കും ഉണ്ടാവും. ആ മെർക്കുറി എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ 6th പഠിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യും? ലിക്വിഡ്സും ഗ്യാസസും ഒക്കെ എന്ത് ചെയ്യും? ഹീറ്റ് കിട്ടിയാൽ എക്സ്പാൻഡ് ചെയ്യുന്ന കുറച്ച് കണ്ടക്ഷൻ, കൺവെക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കും. സോ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യുമ്പോൾ എന്തൊരു സാധനം എന്ത് ചെയ്യും? ഗ്യാസ് ആണെങ്കിലും സോൾഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ മെർക്കുറി എന്ന് പറയുന്നത് പല സാധനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി തെർമോമീറ്റർ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മെർക്കുറിയാണെന്ന് കണ്ടതുകൊണ്ടാണ് മെർക്കുറി തെർമോമീറ്റർ എന്ത് ചെയ്തത്? കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ എന്ത് പറ്റും? ചെറിയൊരു ചൂട് കിട്ടുമ്പോൾ തന്നെ മെർക്കുറി എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബൾബിൽ കുഞ്ഞു ഭാഗത്താണ് മെർക്കുറി ഉള്ളത്. പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കുഞ്ഞു ട്യൂബുണ്ട്. അതിൽ കൂടി എന്ത് ചെയ്യും? മെർക്കുറി പതുക്കെ മുകളിലോട്ട് പൊന്താൻ തുടങ്ങും. അപ്പോൾ ഈ ട്യൂബിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്കെയിലിൽ, നമ്മുടെ സ്കെയിലിൽ ഇങ്ങനെ 1, 2, 3 എഴുതി വെച്ചിരിക്കുന്ന പോലെ സ്കെയിലിൽ ഇങ്ങനെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെർക്കുറി എന്ത് ചെയ്യും? പൊന്തി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മെർക്കുറി പോയി നിൽക്കുന്ന ആ ലൈൻ പോയി നിൽക്കുന്ന ഭാഗം നമ്മൾ റീഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ വശത്തുള്ള നമ്പർ എന്താണോ അതായിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ബൾബ് കണ്ടെയ്ൻസ് മെർക്കുറി. ഔട്ട്സൈഡ് ദ ബൾബ് എ സ്മോൾ ഷൈനിങ് ത്രെഡ് ഓഫ് മെർക്കുറി ക്യാൻ ബി സീൻ. സോ the scale we use in the is the Celsius scale. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നതാണ് സെൽഷ്യസ് സ്കെയിൽ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിനെ എങ്ങനെ നോട്ട് ചെയ്യും? ഡിഗ്രി സെൽഷ്യസ് എന്ന് നോട്ട് ചെയ്യും. ഓൾസോ നൗ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു ടേക്ക് എ റീഡിങ് ഇൻ ദി തെർമോമീറ്ററിൽ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ആണ്. ബിഫോർ ദാറ്റ് we will learn about the precautions to be observed while reading clinical thermometer. The thermometer should be washed before and after use, preferably with an antiseptic solution. ചിലപ്പോൾ ആരുടെയും വായിലോ അല്ലെങ്കിൽ കൈയിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും thermometer should be washed using a antiseptic solution. Next, ensure that the mercury level is below 35 degrees Celsius. 0-ലാണെങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം എന്ന് നമ്മൾ
എന്തായാലും എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന റീഡിങ് എന്തായി പോവും, തെറ്റിപ്പോവും. പെട്ടെന്ന് പറഞ്ഞിട്ടുന്ന ഒരു ഹോട്ട് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആണ് ഇരിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ചേക്കുവാണെങ്കിലും എന്ത് പറ്റും, ആ ബൾബിൽ നമ്മുടെ കൈ തൊട്ടിട്ടുണ്ടെങ്കിലും ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അപ്പോൾ അത് ഏറ്റവും മിനിമത്തിൽ ലോവസ്റ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതായിരിക്കും എന്ത് എപ്പോഴും നല്ലത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോകും അല്ലേ. അപ്പം പെട്രോൾ അടിക്കുന്ന സമയത്ത് നിങ്ങളോട് നോക്കാൻ പറയും 0-യിലാണോ ഇരിക്കുന്നതെന്ന് നോക്കാൻ പറയും അല്ലേ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചു വെച്ച വേറൊരു ഡിഗ്രിയിൽ ഇരിക്കുന്നെങ്കിൽ നമ്മൾ കിട്ടുന്ന പെട്രോൾ കുറഞ്ഞു പോകും അല്ലേ. ഇപ്പോൾ 0-യിലാണോ എന്ന് നോക്കാൻ വേണ്ടി പറയും. സോ ലൈക്ക് ദാറ്റ് നമ്മൾ തെർമോമീറ്റർ എപ്പോഴും എന്തായിരിക്കണം, മിനിമത്തിലാണോ ഇരിക്കുന്നത് നമ്മൾ നോക്കണം അല്ലേ. യെസ്. സോ നെക്സ്റ്റ് ഇസ് ഹാൻഡിൽ ദ തെർമോമീറ്റർ വിത്ത് കെയർ. read the thermometer keeping the level of the mercury along the line of sight. നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ നേരെ പിടിച്ച് വേണം എപ്പോഴും എന്ത് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിലും നമ്മുടെ കണ്ണിന് നേരെ നിന്നിട്ട് വേണം നോക്കുക. അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ടോ താഴെ നിന്ന് മുകളിലോട്ടോ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ് തെറ്റിപ്പോകും. നമ്മുടെ നേരെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എന്തൊരു സാധനത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ. ഒരു സ്കെയിലിലാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെങ്കിൽ പോലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം മെഷർമെൻറ്റ് എടുക്കാൻ. ഹാൻഡിൽ ദ തെർമോമീറ്റർ വിത്ത് കെയർ. ഇഫ് ഇറ്റ് ഹിറ്റ്സ് അഗെയിൻസ്റ്റ് സം ഹാർഡ് ഒബ്ജെക്ട് ഇറ്റ് ക്യാൻ ബ്രേക്ക്. യു ഷുഡ് ബി കെയർഫുൾ വൈൽ ഡൂയിങ് ഹാൻഡിലിംഗ് ദി തെർമോമീറ്റർ. ഡോണ്ട് ഹോൾഡ് ദി തെർമോമീറ്റർ ബൈ ദി ബൾബ് വൈൽ റീഡിങ്. അതിൻ്റെ ബൾബിൽ എന്ത് ചെയ്യാൻ പാടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല റീഡ് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ കയ്യിലുള്ള ടെമ്പറേച്ചർ കാരണം എന്ത് പറ്റും, ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വരും. ഓൾസോ so these are the things that we learn, and there is some points given about how to take reading in a thermometer. Wash the thermometer preferably with antiseptic solution. Hold it firmly and give it few jerks. The jerks will bring down the mercury down. എന്ന് വെച്ചാൽ എന്താ, എങ്ങാനും മെഷർമെൻറ്റിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുടയാണെങ്കിൽ എന്ത് പറ്റും, അത് തിരിച്ച് വേണ്ട 35 ഡിഗ്രീൻ്റെ ബിലോ ആയിട്ട് വരും. And place the bulb of thermometer under your tongue. After 1 minute, take the thermometer out and note the reading. This is the body temperature. The temperature should always be stated with its units, degrees Celsius. The normal temperature of human body is 37 degrees Celsius. Note that the temperature is stated with its unit. Okay, so now there is one activity given here. You have to check the temperature of some of your friends. This is something that we cannot do right now. If you are in the classroom, you would have done it. Okay, so for today we will stop it here. Please read the textbook once, and I'll share one video also. Watch it carefully and see how measurement is done using the thermometer. Thank you. Have a nice day.